കഴിഞ്ഞ ദിവസം ലെബനന്റെ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളിടത്തെ ജനങ്ങളോട് അവിടം വിട്ടുപോകുവാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെ കനത്ത വ്യോമാക്രമണവും ആരംഭിച്ചിരിക്കുന്നു. അതിന് സമാനമായി ഗസ സിറ്റി ഉൾപ്പെടെയുള്ള വടക്കൻ ഗസയിലെ എല്ലാ ഫലസ്തീൻ സിവിലിയന്മാരെയും ഒഴിപ്പിക്കാൻ ഒരു നീക്കം ഇസ്രായേൽ ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇത് സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഹമാസിനെ ഉപരോധിക്കുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും അവസാന പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന പറഞ്ഞിരുന്നു. തങ്ങൾ ലക്ഷ്യം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നവരെ കൂടി ഇല്ലാതാക്കുക, ഒപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് തങ്ങൾ കടക്കുന്നതെന്ന് പറയുമ്പോൾ ഗാസയെ രണ്ടായി വിഭജിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ സമീപത്ത് ലക്ഷക്കണക്കിന് പേർ, ഗസയെ രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു ഇടനാഴിയാണ് ഗസാരി ഇടനാഴി. ആ ഇടനാഴിയുടെ വടക്ക് ഭാഗത്താണ് ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അവർ ഇപ്പോഴും അവിടെ ഉണ്ടോ അത്രയും ആളുകൾ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഗസയിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത്രയും പേർ അവിടെ ഉണ്ടാകുമോ അതോ പലായനം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും അവിടെയുള്ള മുഴുവൻ സിവിലിയന്മാരോടും ഒഴിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മടങ്ങുന്നവർക്ക് ഭക്ഷണവും സുരക്ഷ യാത്രയും ഒക്കെ ഇസ്രായേൽ സേന നൽകുമെന്ന് പറയുന്നു. ഇവർ അവിടെ നിന്ന് മടങ്ങിയാലുടനെ ആ പ്രദേശം മുഴുവൻ സൈനിക പ്രദേശമാക്കി പ്രഖ്യാപിക്കും. സൈനിക പ്രദേശമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ സിവിലിയന്മാർക്ക് വരാനോ താമസിക്കാനോ കഴിയില്ല. ഏതായാലും ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഇതിനോട് ചേർത്ത് വയ്ക്കപ്പെടേണ്ട മറ്റൊരു വാർത്ത, ഈ യുദ്ധം ഒഴിഞ്ഞതിന് ശേഷം ഇവരെ വീണ്ടും ഇവിടേക്ക് പ്രവേശിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.